നമസ്കാരം, എല്ലാവർക്കും വൈന്യൂസ് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ വായിക്കുന്നത് ശ്രീ ജയകുട്ടി. വൈന്യൂസ് പ്രഭാത വാർത്തകൾ. പ്രാദേശിക ഭാഷാ പത്രങ്ങളിൽ മനോരമ ഒന്നാമത്, രാജ്യത്തെ പ്രചാരത്തിൽ 3-ാം സ്ഥാനം. ഇരട്ട ആൽബം സർപ്രൈസുമായി ടൈലർ സ്വിഫ്റ്റ്. പോൾ വെൽട്ട് റെക്കോർഡ് തിരുത്തി ഡുപ്പൻഡീസ്. ചൂട് തുടരും, 10 ജില്ലകളിൽ 24 വരെ യെല്ലോ അലർട്ട്. താപനില കുറയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ 38, കൊല്ലം 18, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചനം. ഇലക്ടറൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് നിർമ്മല. നിയമവിരുദ്ധം കൊള്ള തുടരാനുള്ള BJP ശ്രമമെന്ന് കോൺഗ്രസും വാങ്ങിയതല്ലേ ബോണ്ട് എന്ന് അമിത്ഷാ. തൃശൂർ പൂരം അതിരുവിട്ട് നിയമപാലകർ, ജനങ്ങളെ അകറ്റി. പൂരം കലക്കി പോലീസ്. വെടിക്കെട്ട് നടന്നത് പകൽ. CAA റദ്ദാക്കും പ്രിയങ്ക. പിണറായിയെ കടന്നാക്രമിച്ച് പ്രചാരണം. BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് ആരോപണം. കേരളത്തിൽ നിന്നുള്ള മുട്ട തമിഴ്നാട് തിരിച്ചയക്കും. കോഴി, താറാവ് എന്നിവയും തിരിച്ചയക്കുന്നത് പക്ഷിപ്പനി ഭീതി കാരണം. ജപ്തി നടപടിക്കിടെ ആത്മഹത്യാശ്രമം, വീട്ടമ്മ മരിച്ചു. മെഡിക്കൽ PG നീറ്റ് അപേക്ഷ മെയ് 6 വരെ. അഡ്മിറ്റ് കാർഡ് ജൂൺ 18 മുതൽ. പരീക്ഷ ജൂൺ 23-ന്. പൊതുവിദ്യാലയങ്ങളിൽ അവധിക്കാല ക്യാമ്പ് നടത്താൻ അനുമതി. ഹൈസ്കൂൾ അധ്യാപക സീനിയോറിറ്റി ലിസ്റ്റ് കരട് പ്രസിദ്ധീകരിച്ചു. തൃശൂർ പൂരത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ പോലീസ് നടത്തിയത് അത്യാധ്വാനം. പോലീസ് അതിക്രമം കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്ത് ഇന്നു മുതൽ. വ്യോമാക്രമണത്തിൽ 6 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെ 9 മരണം. ഗാസയിൽ മരണം കൂടുന്നു. വെസ്റ്റ് ബാങ്കിൽ 4 പേർ കൊല്ലപ്പെട്ടു. പ്രസ്താവനയിൽ പങ്കില്ല CV ബാലകൃഷ്ണൻ. പുരി പിടിക്കാനെത്തി മുംബൈ പോലീസ്. മുൻ മുംബൈ പോലീസ് കമ്മീഷണർ BJD സ്ഥാനാർത്ഥി. ഇനി നമുക്ക് കായിക വാർത്തയിലേക്ക് കടക്കാം. കായിക വാർത്തകൾ. വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ. ഡൽഹിക്കെതിരെ ഹൈദരാബാദിന് 67 റൺസ് ജയം. ട്രാവിസ് ഹെഡ് പ്ലെയർ ഓഫ് ദ മാച്ച്. ആദ്യ 6 ഓവറിൽ 125 റൺസ്. ഹൈദരാബാദിന് റെക്കോർഡ് ഉയരത്തിൽ വീണ്ടും ഡുപ്പൻഡീസ്. പുരുഷ പോൾ വോൾട്ടിൽ 8-ാം തവണയും ലോക റെക്കോർഡ് തിരുത്തി സ്വീഡൻ താരം. സീസണിലെ പരിക്കിനോട് പൊരുതി വീണ് ബ്ലാസ്റ്റേഴ്സ്. 2020 ലോകകപ്പ് കളിക്കാൻ തയ്യാർ കാർത്തിക്. ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് മത്സരം മുറുകുന്നു. FC ഗോവ ISL സെമി ഫൈനലിൽ. പ്ലേ ഓഫിൽ ചെന്നൈയിൻ FCയെ തോൽപ്പിച്ചത് 2-1-ന്. ഡ്രോൺ ഫുട്ബോൾ ഇന്ത്യയിലും. ഇതോടെ ഇന്നത്തെ വൈന്യൂസ് പ്രഭാത വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.